അങ്ങനെ ഏകദേശം 26 മണിക്കൂറത്തെ യാത്ര അവസാനിക്കാൻ പോയി. ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളു ലാസ്റ്റ്. ഈ ബെല്ലാബ്ഗർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്, ഡൽഹിയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഇരുന്നു. നമ്മൾ ന്യൂഡൽഹി സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ച് ഇപ്പം അവിടെ എത്താനായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ രീതി മീൻസ് ആ ഒരു ചുറ്റുപാടൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സോ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നല്ല വൃത്തിയായിട്ട് തോന്നി. പിന്നെ ആ ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ കാണുമ്പം ഒരു ബാക്കി റെയിൽവേ സ്റ്റേഷനൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നല്ല രസമുണ്ട്. അത്രയും വലിയൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് ന്യൂഡൽഹി നേരിട്ട് കണ്ടു. പിന്നെ എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞ ഫ്രണ്ട് വരാത്തത് കൊണ്ട് ഞാൻ പതിയെ അവിടുന്ന് ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. കാരണം നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണ് ഒന്നാമത്തെ ഡൽഹി എന്ന് പറയുന്നത്. പിന്നെ അവർ വരുന്ന സമയത്തും നല്ല ട്രാഫിക് ആയതുകൊണ്ട് എന്നോട് യൂബർ വിളിച്ചിട്ട് പോരാൻ പറഞ്ഞു ലൊക്കേഷനിലേക്ക്. ഫസ്റ്റ് ഡേ ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. വീട് മീൻസ് ഒരു സ്റ്റേ ചെയ്യാനൊരു പ്ലേസ് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ലീൻ ആക്കാനൊക്കെ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ലൊക്കേഷൻ എനിക്ക് വിട്ടു തന്നു. എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് ഞാൻ പതിയെ ഊബർ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പതിയെ അങ്ങനെ പ്ലാൻ ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കി ഊബർ വിളിക്കാൻ റേറ്റൊക്കെ നോക്കിയപ്പോൾ ഏകദേശം 300, 350, 400 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. പിന്നെ ഒരു ഓട്ടോ റിക്ഷ അപ്പൂപ്പനുണ്ടായിരുന്നു. നോക്കുമ്പോൾ കുറേ റിക്ഷാസ് അവിടെ ഉണ്ട്. അപ്പം ഏതായാലും പെട്ടെന്ന് എത്താനും പറ്റും. റിക്ഷയിൽ ട്രാവൽ ചെയ്താലും കാഴ്ചകളൊക്കെ കണ്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ റിക്ഷയിലാണ് പോകുന്നത്. അപ്പൂപ്പനാണെങ്കിൽ 400 രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു 300 രൂപയ്ക്കാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യൂബറിലൊക്കെ 300 കാണിക്കുന്നത്. പിന്നെന്താ 400 ചോദിച്ച് ലാസ്റ്റ് തർക്കിച്ച് അപ്പൂപ്പൻ സമ്മതിച്ചു 300. അങ്ങനെ ഞാൻ ഈ ലൊക്കേഷനിലേക്ക് പോയിക്കൊടുക്കാം. മഹിപാൽപൂർ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് ഞാൻ പോയിക്കൊടുക്കുന്നത്. ഫസ്റ്റ് ഇപ്പം അവിടെ ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. HSP എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തത്. അപ്പം തൽക്കാലം ഓട്ടോയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് സ്ഥലങ്ങൾ കാണുമ്പോൾ. പിന്നെ കുറേ സൈക്കിൾ റിക്ഷാസ് കണ്ടു. അപ്പം എപ്പോഴെങ്കിലും അതിലും ഒന്ന് കയറണം തോന്നി. ഒരുപാട് റിക്ഷകളുണ്ട്. ആൾക്കാർ കൂടുതലും എനിക്കൊന്ന് ട്രാവൽ ചെയ്യുന്നത് ഇവിടെ ഓട്ടോയിലും ഇതുപോലെ സൈക്കിൾ റിക്ഷാസും നിയർ ബൈ സ്റ്റോപ്സിലൊക്കെ ആൾക്കാർ കൂടുതലും ട്രാവൽ ചെയ്യുന്ന സൈക്കിൾ റിക്ഷാസൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാത്ത ആൾക്കാരാണ് ഇവർ റേറ്റ് നല്ല കൂട്ടി പറയുക. എനിക്ക് മുന്നേ ആൾക്കാർ പറഞ്ഞു തന്ന അനുഭവങ്ങളുണ്ട്. അപ്പം ആൻറ്റിയൊക്കെ ഈവൻ ഡൽഹിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എല്ലാവരും റേറ്റ് നല്ല കൂട്ടി പറഞ്ഞു. അവർക്കറിയില്ലല്ലോ പെട്ടെന്ന് ഇത്ര റേറ്റ് ഈ സ്ഥലത്തേക്ക് ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം ഞാനും ആദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്കും അറിയില്ല. അപ്പം ആൾക്കാർ പറഞ്ഞു തന്നതുകൊണ്ട് അവർ മുന്നേ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. അപ്പം ഞാൻ അതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഈ ഊബറിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യും. എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യും. ഗൂഗിൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സെർച്ച് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് എനിക്ക് വലിയ ട്രാഫിക്കൊന്നും ഫീൽ ചെയ്തില്ല. സിഗ്നൽസിൽ എവിടെ നിർത്തുന്നതല്ലാതെ എനിക്ക് വലിയ ട്രാഫിക്കൊന്നും നേരിടേണ്ടി വന്നില്ല.
ഭാഗ്യം കൊണ്ട്. ട്രാഫിക് ആയി കഴിയുമ്പോൾ ബോറാവുമെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതാണ് ബാംഗ്ലൂർ ലൊക്കേഷൻ. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് തന്നെ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ മടുത്ത കാരണം ഇതാണ്. നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്തുമ്പോൾ ഫുള്ള് നേരത്തെ തന്നെ 9 മണിക്കാണ് എത്തേണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് 6 മണിക്ക് 6:30 തന്നെ ഇറങ്ങണം. ഒന്ന് റെഡി ആയിട്ട് അത്രയും നേരത്തെ ഇറങ്ങുമ്പോൾ തന്നെ മടിയാണ്. അപ്പം എനിക്ക് ട്രാഫിക്കിൽ പോകുന്നത് തീരെ ഇഷ്ടമല്ല. ഏതായാലും എനിക്ക് ഭാഗ്യമുണ്ട്, ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്താ പറയുക, ഓട്ടോ ഇപ്പോൾ നല്ല സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വന്നാണെങ്കിലും എനിക്ക് ഈ ഓട്ടോയിൽ ട്രാവൽ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏത് മോഡ് സ്പീഡ് കൂടുന്നു പറയണ മാതിരി അപ്പൂപ്പൻ നല്ല സ്പീഡിൽ എന്നെ കൊണ്ട് ഇറക്കി വിട്ട്. ഏകദേശം നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്താനായി. മഹിപ്പാൽപൂർ എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷനാണ്. ഞാൻ ഹോട്ടലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം നല്ല രീതിക്ക് ടയേർഡായിരുന്നു. പിന്നെ വന്നൊരു കേസർ സെമിയ ഫലൂദയൊക്കെ കഴിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.